സുനിൽ ലോജി എന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ mid-20s അല്ല 30s ഏജിലുള്ള കുറേ പെൺകുട്ടികളുടെ ഒപ്പമുള്ള വീഡിയോ. അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർ നെഗറ്റീവ് പറഞ്ഞ പ്രോബ്ലം. ഓജീസ് കാന്താരിയിൽ വെടിവെപ്പ് നടന്നപ്പോൾ തോക്ക് വെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ തന്നെ അന്ന് പോസ്റ്റ്. ഞാനെന്തിനാ പേടിക്കണേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് ഫോട്ടോ ഇടാൻ പാടില്ല. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു ബിസിനസ് കാര്യം ചോദിച്ചിരുന്നു, വാട്ട് ഈസ് ഓജി എന്നുള്ളത്. യു ക്യാൻ കോൾ ഒറിജിനൽ ഗാങ്സ്റ്റർ. ഓഫ് ദ റെക്കോർഡ് അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് പറഞ്ഞു തരാൻ വേണമെങ്കിൽ. അതാ അത് ഓഫ് ചെയ്ത എന്താണ് ഓജി എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. സുപ്രസിദ്ധിയുണ്ട്, കുപ്രസിദ്ധിയുണ്ട്. അതിൽ എനിക്ക് കുറച്ച് കുപ്രസിദ്ധിയാണ്. ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലം പോകുമ്പോൾ വരെ ഞാൻ എവിടെ ട്രാവൽ ചെയ്യുന്നത് ആർക്കും അറിയില്ല. വേൾഡ് ഞാൻ എവിടെയൊക്കെ പോയി. 1982 മുതൽ താൻ ജനിച്ചിട്ടില്ല, തന്നെ ഉണ്ടാക്കണമെന്ന് തൻ്റെ അപ്പനും അമ്മയും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. അത് സുനിൽ ലോജി എന്ന ഓജിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിലിം പ്രൊഡ്യൂസറായിരുന്നു, ഇപ്പോൾ ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ പനങ്ങാടുള്ള ഓജീസ് തറവാടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു റിസോർട്ട് മോഡലാണ്. ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്കിത് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഓജിയും എവിടെയുണ്ട്, നമുക്ക് കുറേ വിശേഷങ്ങൾ ഓജിയോട് ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, പ്രൈവറ്റ് ഒരു പ്രൈവസിക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണോ? പ്രൈവസിക്ക് വേണ്ടിയാണെന്നുള്ളൂ. പൈസ തന്നെ നമ്മൾ കൊടുക്കും ആർക്കും, അത്രേ. വിൽക്കാൻ റെഡിയാണ്? വിൽക്കാനല്ല, റെന്റ് ചെയ്യാൻ റെഡിയാണ്, ലീസ് ചെയ്യാൻ. ഓക്കെ. സോ ഫ്രീ ടൈം ഒക്കെ ഇവിടെ വന്നിട്ടായിരിക്കുമോ കൂടുതലും? ഇല്ല, ഫ്രീ ടൈം ഇവിടെ വരണ്ട. ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകും. ഇത് പിന്നെ സ്ഥിരമുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുക. അതെ. ഇപ്പം ഞാൻ നേരത്തെ അവിടെ തറവാടിൻ്റെ അവിടെ കുറച്ച് ഈ ചെറിയ അറ പോലെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ ശരിക്കും? ഈ സുലോചന അങ്ങനെയൊക്കെ പറയുന്നത് അതൊരു ഒരു അറയാണ്. പണ്ട് നെല്ലിട്ടിരുന്ന അറയാണത്. ഇപ്പം അവിടെ എന്താ ഉള്ളത്? അറ ഇപ്പോഴും അറ നെല്ലൊക്കെ ഇട്ട് തന്നെ വെച്ചിരിക്കും. നെല്ലില്ലല്ലോ ഇപ്പോൾ, നെല്ല് കഴിഞ്ഞല്ലോ അല്ലേ. ഞാനിപ്പോൾ സാറിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോർമലി ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ പഴയ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പം ഫിലിം പ്രൊഡ്യൂസറായിരുന്നു, കുറേ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ. പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും അധികം ഇല്ല. ഞാൻ ചെയ്യില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻ്റർവ്യൂസ് ചെയ്യുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് എന്തായാലും ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് കുറച്ചുപേർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? പല മീഡിയ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് അത് വേണ്ടാതെ വെക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണ്? എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഞാൻ ഇരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ സാഹചര്യം അവൻ പറഞ്ഞ കാരണം ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഇപ്പോൾ ഒരു ഈ തറവാടും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ്. ഇല്ല, ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ നമ്മുടെ നെപ്പോളിയനെ തപ്പി ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഐ വെൻറ്റ് ടു ഷിക്കാഗോയിൽ നിന്ന് ഞാൻ വണ്ടിയെടുത്ത് ഐ വെൻറ്റ് ടു നാഷ്വിൽ. എന്നിട്ട് ഞാൻ തപ്പി നെപ്പോളിയൻ്റെ വീട്ടിൽ പോയി. ആരാ നെപ്പോളിയൻ? വില്ലൻ. അവിടെ നിന്ന് ബാക്കിൽ നിന്ന് പറഞ്ഞു വില്ലൻ. അങ്ങനെ ഞാൻ നെപ്പോളിയൻ്റെ വീട്ടിൽ പോയി. തനെൻ്റെ വീഡിയോ ആണ് നെപ്പോളിയൻ ഞാനും തമ്മിലുള്ള, മനസ്സിലായില്ലേ? സോ ഐ പ്രിഫർ നെപ്പോളിയൻ. സുപ്രസിദ്ധിയുണ്ട്, കുപ്രസിദ്ധിയുണ്ട്. അതിൽ എനിക്ക് കുറച്ച് കുപ്രസിദ്ധിയുള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം? A lot of reasons. You Google it.
അല്ല ഒരു യു ഗൂഗിൾ ഇറ്റ്. പേഴ്സണൽ റീസൺ ഉണ്ടാവുമല്ലോ. അല്ല ഗൂഗിൾ ഇറ്റ്. അല്ല കുപ്രസിദ്ധി എന്ന് പറയാനുള്ള കുപ്രസിദ്ധി ഗൂഗിൾ ഇറ്റ്. വേർഡിന്റെ മീനിങ് അല്ല ഞാൻ ചോദിച്ചത്, അത് ചൂസ് ചെയ്യാനുള്ള റീസൺ. ചൂസ് ചെയ്യല്ലോ, ക്രിയേറ്റ് ചെയ്യല്ലോ ഓരോരുത്തർ. ഓക്കെ. അല്ലാണ്ട് നമ്മൾ ചൂസ് ചെയ്യാന്നല്ലല്ലോ. ലൈഫിൽ പലതും നമ്മൾ ചൂസ് ചെയ്യല്ല. നമ്മൾ കുപ്രസിദ്ധി കൊണ്ട് ആരും ചൂസ് ചെയ്യോ? ഇല്ല. അത് ക്രിയേറ്റ് ചെയ്യണം ആരെങ്കിലും ഒക്കെ. അപ്പോൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇപ്പോൾ ബിസിനസ് സൈഡ് ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് ബിസിനസ് ഉണ്ട്, ഇപ്പം പലർക്കും അത് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് അറിയാം, ബാർ അറിയാം, ഇപ്പം ഈ ഒരു ഓജീസ് തറവാട് അങ്ങനത്തെ കുറച്ചറിയാം. പക്ഷെ കുറേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർക്ക് വേണ്ടി അത് തുറന്ന് കാണിക്കാത്തതാണോ? എടോ, ഞാൻ ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നത് എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് തമാശ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാനോ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാനൊന്നും ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് ഫോർ ദ ഫൺ ഐ എം ഡൂയിങ് ദിസ്. മനസ്സിലായില്ലേ? ഒരു തമാശ, അത് തന്നെ. ഞാനൊരു 1.5 കൊല്ലമായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാൻ സന്തോഷ് മാധവനല്ല, മറ്റേ ട്രാവൽ ചെയ്യണ സന്തോഷ് കുളങ്ങര. എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിയേക്കാളും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ 1982 മുതൽ ട്രാവൽ ചെയ്യണം. ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് വരെ ഞാൻ എവിടെ ട്രാവൽ ചെയ്യണമെന്നുള്ളത് ആർക്കും അറിയില്ല. നോബഡി നോസ്. ഞാൻ 1.5 കൊല്ലമായിട്ടുള്ള ഇൻസ്റ്റയിലായിട്ട് അത് ഞാൻ ഇൻസ്റ്റയിലിടാൻ തുടങ്ങിയത്. വേൾഡ് ഞാൻ എവിടെയൊക്കെ പോയിരുന്നു. 1982 മുതലേ താൻ ജനിച്ചിട്ടില്ല തന്നെ ഉണ്ടാക്കണമെന്ന് തൻ്റെ അപ്പനും അമ്മയും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതാ. അപ്പോൾ ഇപ്പം ഇനി ട്രാവൽ ചെയ്യാത്ത, ഇനി പോയിട്ടില്ലാത്ത കൺട്രീസ് ഏതൊക്കെയാണ്? അപ്പോൾ അങ്ങനെയൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ അങ്ങനെ കൺട്രി മാർക്ക് ചെയ്തൊന്നും പോകാറൊന്നുമില്ല. ഐ ജസ്റ്റ് ഗോ. പോയ കൺട്രീസ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക അതോ ഓരോരോ പോർഷനായിട്ടാണോ? ഇല്ല, അവിടുത്തെ ബാറുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ. അപ്പം അല്ലാണ്ട് അവിടുത്തെ മോണുമെന്റ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല. ഐ ചെക്ക് ഔട്ട് ഓൾ ദ ക്ലബ്സ്, ഓൾ ദ ബാർസ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമുക്ക് ഓരോ വീഡിയോയും കാണുമ്പോൾ അറിയാം ഓരോ കൺട്രീസിൽ ചെന്നിട്ട് അവിടുത്തെ ടെക്യൂലാസ് ആണ് മെയിൻ. സോ അതൊക്കെ അവിടുത്തെ തക്കീല മെക്സിക്കോയിലെ സാധനം മാത്രമേ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ മെക്സിക്കോ. അപ്പൊ നമ്മളിപ്പം ബുഡാപെസ്റ്റിൽ പോയാല് പലിംഗ, മനസ്സിലായല്ലോ. ഫ്രാൻസ് ബോർഡറിൽ പോയി കഴിഞ്ഞാല് അബ്സെന്തേ. ലാസ്റ്റ് ടൈം സാറിനെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ ഇപ്പൊ ടെക്കില യൂസ് ചെയ്യുന്നൊന്നും കറക്റ്റ് വേയിലല്ല. ഓരോരുത്തർക്കും ഓരോ വേയിലിടും. അത് തന്നെ മെക്സിക്കോയില് അവർ യൂസ് ചെയ്യുന്നത് സിപ്പ് ചെയ്യാന്ന് അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ആ ഒരു കമൻറ്റേ പറഞ്ഞുള്ളൂ ഞാൻ. അല്ലാണ്ട് കറക്റ്റ് വേ എന്നുള്ളത് നമുക്കിപ്പം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ തനിക്ക് റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. ബട്ട് വാട്ട് ഐ ഡു ഇസ് വാട്ട് ഐ ഫീൽ ലൈക്ക് ഡു. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തക്കില ഷോർട്ട് അടിക്കണം, സിപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. Okay. Yeah. So your right is maybe wrong for me. My wrong, maybe you are right. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ 1.5 വർഷം ആയിട്ടാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ പണ്ട് തൊട്ടുള്ള ഇപ്പോൾ നമ്മൾ സിനിമ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ബിഗ് ബിയിലെ സീനിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ മമ്മൂക്കായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്, പല ആക്ടേഴ്സായിട്ടും ഡയറക്ടേഴ്സായിട്ടും ഒക്കെയുള്ള വലുതും ചെറുതായിട്ടുള്ള ബന്ധങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇപ്പം സിനിമ ഇൻഡസ്ട്രി ഇത് മാറി നിൽക്കുന്നു. 1.5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാനും തുടങ്ങി. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് ആക്റ്റീവ് ആവാൻ? ഇപ്പോൾ പലരും പല ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഇതെല്ലാം നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഫെയ്ഡഡ് ആവും, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ആയപ്പം ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ടു കം ആൻഡ് മീറ്റ് മീ. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ദുബായി പോയാൽ പെട്രോൾ പമ്പിലെ സ്റ്റാഫ്, ഓക്കെ, സാധാരണക്കാർ, മനസ്സിലായില്ലേ, അവരെല്ലാം വന്ന് നമ്മളെ മീറ്റ് ചെയ്യും. രസമാണ് അത്. അങ്ങനെ ഞാൻ അപ്പോൾ അതൊക്കെ എക്സൈറ്റഡ് ആയി. ദിസ് ഈസ് ഗുഡ്. സോ അങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കാം, എനിക്ക് മടിയില്ല സംസാരിക്കാൻ. അങ്ങനെയാണത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ വിളിച്ച് ഇടയ്ക്ക് പോസ്റ്റൊക്കെ ഇടാം. അല്ലാണ്ട് അതിന് വേണ്ടി പറയാൻ നടക്കുന്ന പരിപാടിയൊന്നുമില്ല. തോന്നുമ്പോൾ ഇടും, അത് തന്നെ. അല്ലാണ്ട് എനിക്ക് ഫോളോവേഴ്സ് കൂടണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മില്യൺ വേണം, നത്തിങ്. വെൻ ഐ ഫീൽ ലൈക്ക് ഡു സംതിങ് ഐ ഡു. ദാറ്റ്സ് ഇറ്റ്. ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാം വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ അത് ഇപ്പോഴല്ലേ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് നൗ. അതല്ലേ ഇവിടെ ഞാൻ 83-ൽ ഞാൻ ഹിമാലയാസ് പോകുന്നത് മണാലിയിൽ നിന്ന് ഞാനൊരു ബസ്സിൻ്റെ താഴ്ത്തിരുന്നാണ് പോകുന്നത്, ഒരു ജർമ്മൻ ബസ്.
1983 അത് കിലോങ് റൊത്താങ് പാസിലേക്കാണ് പോണേ. എൻ്റെ കയ്യിൽ ക്യാമറയിൽ ഒന്നുമില്ല. ഇറ്റ്സ് ദയർ. അപ്പോൾ ഇപ്പോഴല്ലേ ഈ ക്യാമറയും ബഹളവും ഇതെല്ലാം തന്നെ അല്ലേ? ആ സമയത്ത് അങ്ങനത്തെ സീനൊന്നുമില്ല. ട്രാവൽ ചെയ്യുക, മനസ്സിൽ കൊണ്ടു നടക്കുക. അതെ. ഇപ്പം പലരും ഇങ്ങനെ പറയുന്നതാണ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, സുനിൽ ലോജി എന്ന ഇൻസ്റ്റാഗ്രാമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ ചെറുതല്ല, ഇപ്പം ഒരു മിഡ് 20s അല്ല 30s ഏജിലുള്ള കുറേ പെൺകുട്ടികളുടെ ഒപ്പമുള്ള വീഡിയോ, അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സാ 18 ടില്ലായിട്ടായി. താൻ റോളിംഗ് സ്റ്റോൺസ് കേട്ടിട്ടുണ്ടോ? ആരാ റോളിംഗ് സ്റ്റോൺസ്? മിക് ജാഗർ ആരാന്നറിയോ? ഇല്ല. ഓക്കെ, പറഞ്ഞോ. അതെ, റോക്ക്, അതെ, ഇത് മിക് ജാഗർ, മനസ്സിലായല്ലേ? സോ മിക് ജാഗറിൻ്റെ ചില പാട്ടുകളുണ്ട്, അതൊക്കെ കേക്ക്. അതിലൊന്ന് 18 ടില്ലായി ഡൈ ആണ്. ഏജ് എന്ന് പറഞ്ഞ ഒന്നും ഇല്ലടോ. ജസ്റ്റ് എ നമ്പർ. ജസ്റ്റ് എ നമ്പർ, അത്രേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ തന്നെക്കാളും എങ്ങായിരിക്കും എൻ്റെ മൈൻഡ്, മനസ്സിലായല്ലോ? സോ ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 80 വയസ്സുള്ള ആൾക്കാർ മുതൽ എനിക്ക് ഇപ്പം എൻ്റെ ഏറ്റവും 20 വയസ്സുള്ള ഫ്രണ്ട്സ് വരെ ഉണ്ട്. 20 വയസ്സുള്ള അവരൊക്കെ എൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവും. അതെ, ബിക്കോസ് മൈ എക്സ്പീരിയൻസ്. ഈ ആളുകൾ ഇങ്ങനെ ഇതിന്റെ പേരിൽ നെഗറ്റീവ് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നില്ല, ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. തന്റെ റൈറ്റ് എന്റെ റോങ് ആയിരിക്കും, എന്റെ റോങ് തന്റെ റൈറ്റ് ആയിരിക്കും. അവർ നെഗറ്റീവ് പറഞ്ഞ പ്രോബ്ലം, ഹൂ കേഴ്സ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവരവർ പറയട്ടെ. എനിക്ക് ടൈമില്ല. എൻ്റെ സെക്രട്ടറിമാരാണ് എൻ്റെ ഇതൊക്കെ വായിക്കുക, ഏത് ഈ എൻ്റെ കമൻസ് ഒക്കെ വായിക്കുക. എനിക്ക് നല്ല സമയമില്ല. കമന്റ്സ് ഒക്കെ വായിച്ച് പറഞ്ഞു തരാറുണ്ടോ? പറഞ്ഞൊന്നുമില്ല. അവരിത് ചിരിക്കലാണ്. ഇടയ്ക്ക് ഞാൻ ചോദിക്കും, എന്തെങ്കിലും ചിരിക്കണേ? അപ്പം ഭയങ്കര കമൻ്റ് കേട്ടോ. അതെ അതെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ കണ്ടിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നൊന്നും നോക്കാറില്ല? ഇവര് തന്നെയാണ് നോക്കുന്നത്? അവർ നോക്കും. അതെ, അല്ലാണ്ട് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും വീഡിയോസ് ഇടുമെന്നല്ലാതെ അത്ര ആക്റ്റീവ് വീഡിയോസ് ഇടാൻ എനിക്കറിയില്ല. വീഡിയോസ് ആരെങ്കിലും ഇട്ട് തരണം. ഇപ്പോഴും അറിയില്ല ഇടാൻ. ഇത്രയും സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ ഇത്ര ആക്റ്റീവ് ആണ്, പക്ഷെ അപ്പൊ പഠിക്കണം എന്നൊക്കെ തോന്നില്ല? എവിടെയെങ്കിലും അല്ല, അപ്പൊ തന്നെ എവിടെയെങ്കിലും സ്റ്റോറി ഇടാനൊക്കെ തോന്നില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ അടുത്ത് എൻ്റെ സെക്രട്ടറി ഇട്ട്. അങ്ങനെയാണ് സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇടണം എന്നുള്ളത് മനസ്സിലാക്കിയത്. അല്ലാണ്ട് എനിക്കറിയില്ല സ്റ്റോറി ഇടാൻ. ആകെ 5 സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അല്ല, ഇത് അറിഞ്ഞിരിക്കണം തോന്നിയില്ലേ? വൈ ഷുഡ് ഐ? ബിക്കോസ് എടോ, അത് പലർക്കും അത് നെസസിറ്റിയാണ്. എനിക്കത് നെസസിറ്റി അല്ല. ഐ ആം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. മനസ്സിലായല്ലോ? അപ്പം എൻ്റെ നെസസിറ്റി അല്ല അത്. അവന് എനിക്ക് തോന്നിയത് ആരെങ്കിലും എന്തൊക്കെ കമൻറ്റ് വന്നാൽ അടിച്ചോ, അതുതന്നെ. ദാറ്റ്സ് ഇറ്റ്. സോ ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു ഇപ്പോൾ 22FK പിക്കറ്റ് 43. ഇതിന് ശേഷം ഇപ്പം എന്തോ ഫിലിം പ്രൊഡക്ഷനിൽ നിന്ന് മാറി നിന്നത്? ആമേനും കൂടി ഉണ്ട്. ആമേൻ 2 കൊല്ലം നമ്മൾ പണിയെടുത്തൊരു സിനിമ ആമേൻ. ആമേൻ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ ആ പടം വിറ്റ് കളഞ്ഞു. അതെ, ആ പടം കൊടുത്തു കളഞ്ഞു. ലോട്ട് ഓഫ് എഫർട്ട് ആമേൻ. അത് കഴിഞ്ഞൊരു എനിക്ക് ബിസിനസ്സാണ്, അല്ലാണ്ട് എനിക്ക് സിനിമ കൂടി ഒരു പൈസ ഉണ്ടാക്കണതല്ലേ. ഇത് നമുക്ക് എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ പടം പിടിച്ച് മുമ്പിൽ നിന്ന് കരയുന്ന പല പ്രൊഡ്യൂസർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ പല പ്രൊഡ്യൂസർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പൊട്ടാൻ താല്പര്യമില്ല. അതാ, നമ്മൾ തീ കാണുമ്പം ഇതിങ്ങനെ മറ്റേ എന്തായാലും പറഞ്ഞാൽ ചെയ്യാൻ പറ്റേ അതുപോലെ ഇത് ചെയ്യല്ലേ, അതുപോലെ അതാണ് സിനിമ. പക്ഷേ 22FK ഒക്കെ ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയാണ്. ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകളൊക്കെ വന്ന് 22FK ടച്ച് ചെയ്ത എല്ലാവരും സൂപ്പർ ഡൂപ്പർ ആൾക്കാരാ. ഫഹദ്, ദിലേഷ്, എല്ലാവരും. യു ടേക്ക് എവരിബഡി. അതുകൊണ്ട് അല്ല, പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിനിമയിൽ ടച്ച് ചെയ്യാഞ്ഞത്? എടോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കത് ബിസിനസ്സാ. അല്ലാണ്ട് എനിക്ക് ഇറ്റ്സ് എ ബിസിനസ് ഫോർ മീ. അതെനിക്ക് പെർഫെക്റ്റായിട്ട് എനിക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ഐ മൈറ്റ് ഡു. അതെ, അല്ലാണ്ട് ഒരു സിനിമ പിടിക്കണം, സിനിമ പിടിച്ച് എൻ്റെ പേരവിടെ വരണം എന്നുള്ളതൊന്നും നോ. ഇപ്പോൾ കെട്ടിക്കുഞ്ഞോൻ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടാ? കെട്ടിക്കുഞ്ഞോൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ കെട്ടിക്കുഞ്ഞോൻ ഇങ്ങനെ നിൽക്കുന്നത്. അതെ, പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല.
ഇറ്റ്സ് എ ബിസിനസ് ആണത് വെർട്ടിക്കൽ ബിക്കോസ് ഐ ഹവ് ഗോട്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ് ഡിഫറെൻറ്റ് ബിസിനസ്. അതിലൊരു ചെറിയൊരു ബിസിനസ് സിനിമ. ഇപ്പോഴും നല്ല സിനിമ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. ഇപ്പോൾ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ഡെത്ത് റോയിലെ ഒരാളുണ്ടായിരുന്നു, ഡെത്ത് റോയിൽ. അപ്പോൾ യൂസഫലിയാണ് അത് പൈസ കൊടുത്ത് ഇറക്കിയത്. അപ്പോൾ അയാളുടെ കഥ ഞാൻ വാങ്ങിച്ചു, അത് എഴുതി ഹാഫ് ടൈം വരെയായി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ധൃതിയൊന്നുമില്ല, മെല്ലെ ചെയ്താൽ മതി, എല്ലാം മതിയെന്നേ. പിന്നെ നമ്മളെന്തിനാ ധൃതി പിടിക്കുന്നത്? ബിഗ് ബിയിലെ ആക്ട് ചെയ്തല്ല ഒരു ഷോട്ടിൽ ഇങ്ങനെ ഒരു ഷോട്ടാ, ബാക്കി എന്ത് ഞാനെന്തേ പറഞ്ഞ ഓപ്പണിംഗ് ഷോട്ടിൽ നമ്മുടെ നഫീസാലിയെ കൊല്ലണം ഞാനല്ലേ. പിന്നെ പുള്ളിക്കാരി എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ അതിലോട്ടൊക്കെ അമൽനീരത് അമല് പറഞ്ഞ കാരണം തമാശക്ക് ചെയ്തതാണ്, അത്രേ ഉള്ളൂ. അതെ. അതിനകത്ത് ഒരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂട്ടി കുടയും പിടിച്ചിട്ട് റോഡ് സൈഡിൽ കുടയും പിടിച്ചിരിക്കുക. ഞാൻ എൻ്റെ ബെൻസിൽ ഓപ്പോസിറ്റ് ദൂരെ മാറിക്കിടക്കുക. ഞാനിടയ്ക്ക് ഇങ്ങനെ കൈ കാണിക്കും, രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കൈ കാണിക്കും മമ്മൂട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചത്തവ് പറയും, അവിടെ ഇരുന്നോ, വണ്ടിയിൽ തന്നെ ഇരുന്നോ, ഞങ്ങളിങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇവിടെ ഇരിക്കാം, ഞങ്ങളുടെ തൊഴിൽ ഇതാണല്ലോ എന്നല്ല പറഞ്ഞു. പുള്ളിയുടെ ആ ഡയലോഗ് അടിപൊളിയായിരുന്നു. അതെ, അപ്പൊ ഈ സിനിമ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഈ ഒരു ഇൻസിഡന്റും കൂടെ ആയിരിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഒരു ബന്ധവുമില്ല, ആരായിട്ടും ഒരു ബന്ധവുമില്ല, എല്ലാവരും അറിയാം, ഒരു ബന്ധവുമില്ല, അത്രേ ഉള്ളൂ.